2002 ഗുജറാത്ത് വംശഹത്യ കാലത്തെ കുപ്രസിദ്ധമായ കേസുകളിലൊന്നാണ് ബിൽക്കിസ് ബാനു കേസ്. ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട 11 പ്രതികളെയും 2022 ഓഗസ്റ്റിൽ ശിക്ഷ ഇളവ് നൽകി മോചിപ്പിച്ച ഗുജറാത്ത് സർക്കാരിൻ്റെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. എല്ലാവരെയും തിരികെ ജയിലിലടയ്ക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഈ 2002 ഓഗസ്റ്റിൽ പ്രതികളെ മുഴുവൻ മോചിപ്പിക്കുക മാത്രമല്ല നമ്മൾ കണ്ടത്. മോചിപ്പിക്കപ്പെട്ടവർക്കൊക്കെ വിവിധ സംഘപരിവാർ സംഘടനകൾ സ്വീകരണം സംഘടിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കൂട്ടബലാത്സംഗത്തിന്, തല കല്ലിലടിച്ച് ബിൽക്കിസിൻ്റെ ഒരു ചെറിയ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന്, മറ്റ് 6 ബന്ധുക്കളെ കൊലപ്പെടുത്തിയതിനൊക്കെ ശിക്ഷിക്കപ്പെട്ടവർക്കാണ് ശിക്ഷയിളവും തുടർന്നുള്ള സ്വീകരണ മഹാമഹവും ഒക്കെ നമ്മൾ കണ്ടത്. ഇത് അനുവദിക്കാനാകില്ല എന്ന ബിൽക്കിസിൻ്റെ നിശ്ചയദാർഢ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവിലെത്തി നിൽക്കുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ബിൽക്കിസിൻ്റെ ഗ്യാരൻറ്റിയാണിത്. തന്നെയും തൻ്റെ ബന്ധുക്കളെയും സമാനതകളില്ലാത്ത കൊടും ക്രൂരതയ്ക്ക് വിധേയരാക്കിയ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും ആ ശിക്ഷ നടപ്പാക്കപ്പെടും എന്നുമുള്ള ബിൽക്കിസിൻ്റെ ഗ്യാരൻറ്റി. മോദിയുടെ ഗ്യാരൻറ്റി എന്നുള്ള പറ്റിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ഗ്യാരൻറ്റികളുടെയും പൊള്ളത്തരങ്ങൾ പോലെയല്ല ബിൽക്കിസിൻ്റെ ഗ്യാരൻറ്റി. 2002 ഗുജറാത്ത് വംശഹത്യാശ്രമത്തിനിടയിലാണ് ഈ കേസുണ്ടാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അന്ന് ഗർഭിണിയായിരുന്നു ബിൽക്കിസ് ബാനു. കൂട്ടബലാത്സംഗത്തിനിരയാക്കി കുടുംബത്തിലെ 7 പേരെ കൊലപ്പെടുത്തി. ഇതായിരുന്നു കേസ്. ആ കേസ് ഗുജറാത്ത് സർക്കാരിൻ്റെ പോലീസ് വേണ്ട രീതിയിൽ അന്വേഷിക്കാൻ തയ്യാറായില്ല. അന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഗുജറാത്തിലുണ്ടായിരുന്നത്. നരേന്ദ്രമോദിയായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് ഈ വംശഹത്യാശ്രമം അരങ്ങേറിയത് എന്ന ആക്ഷേപമുണ്ട്. ആ കേസ് അന്ന് വേണ്ട വിധത്തിൽ അന്വേഷിക്കാൻ ഗുജറാത്ത് പോലീസ് തയ്യാറായിരുന്നപ്പോൾ ബിൽക്കിസ് ബാനു മറ്റ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ കോടതിയെ സമീപിച്ചു. ഒടുവിൽ കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് CBI അന്വേഷിക്കാൻ ഉത്തരവിട്ടു. CBI കേസന്വേഷണം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി ചാർജ് ഷീറ്റ് കൊടുത്തു. ആ ചാർജ് ഷീറ്റിൽ വിചാരണ ഗുജറാത്തിലെ കോടതിയിൽ നടത്തണമോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായി. കാരണം ഗുജറാത്ത് വംശഹത്യാശ്രമവുമായി ബന്ധപ്പെട്ട കേസുകളിൽ സാക്ഷികളെ സ്വാധീനിക്കുക, തെളിവുകൾ അട്ടിമറിക്കുക, തെളിവുകൾ പ്രതികൾക്ക് ചോർത്തി കൊടുക്കുക, ഇത്തരം പല സംഗതികൾ അക്കാലത്ത് നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് ഗുജറാത്തിൽ വിചാരണ ചെയ്താൽ കൃത്യമായ നീതി നിർവഹണം നടക്കില്ല എന്ന ആർഗ്യുമെൻ്റ് ഉണ്ടായി. ഇത് സംബന്ധിച്ച് കോടതിയിൽ വ്യവഹാരമുണ്ടായി. ബിൽക്കിസ് ബാനു ഈ വ്യവഹാരവുമായി, അതായത് ഗുജറാത്തിന് പുറത്തേക്ക് ഈ കേസിൻ്റെ വിചാരണ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതികളെ സമീപിച്ചു. അവസാനം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്തിന് പുറത്തേക്ക് ഈ കേസ് വിചാരണ മാറ്റി. മഹാരാഷ്ട്രയിലെ പ്രത്യേക CBI കോടതിയിലാണ് ഈ കേസിൻ്റെ വിചാരണ നടന്നത്. അങ്ങനെ വിചാരണ നടന്നു. 2008 കേസിൽ ആരോപണ വിധേയരായ 11 പേരെ ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചു. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ ഒരാളാണ് 2022 കോടതിയെ സമീപിക്കുന്നത്. അതായത് 15 വർഷമായി ഈ കേസിൽ തടവനുഭവിക്കുന്നു. അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകണം. ശിക്ഷയിൽ ഇളവ് നൽകാനായി 1992 ശിക്ഷയിൽ ഇളവ് നൽകാൻ സർക്കാരുകൾക്ക് അവകാശം നൽകുന്ന പോളിസി നയപ്രകാരം ഞങ്ങൾക്ക് ഇളവ് ആവശ്യമുണ്ട്, ഇളവ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി 1992 പോളിസി അനുസരിച്ച് ഗുജറാത്തിലെ സർക്കാരിനോട് തീരുമാനം എടുക്കാൻ ആവശ്യപ്പെട്ടു. അതിനനുസരിച്ച് ഗുജറാത്ത് സർക്കാർ തീരുമാനമെടുത്തു. ഗുജറാത്ത് സർക്കാർ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി നിയോഗിക്കുന്നത് ഗുജറാത്തിലെ BJP സർക്കാരാണ്. ആ കമ്മിറ്റി എന്തായിരിക്കുന്നു, ആ കമ്മിറ്റി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അങ്ങനെ ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി തീരുമാനമെടുത്തു. ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇളവ് ആവശ്യപ്പെട്ട് കോടതിയിൽ പോയ ഒരാൾക്ക് മാത്രമല്ല, ആ കേസിൽ ആരോപണ വിധേയരായ 11 പേർക്കും ശിക്ഷ ഇളവ് നൽകി. അങ്ങനെ 2022 ഓഗസ്റ്റ് 15 ഈ 11 പേർക്കും ശിക്ഷയിളവ് അനുവദിക്കപ്പെട്ടിരുന്നു. ഇവർ 11 പേരും ജയിൽ മോചിതരാകുന്നു. അതിനുശേഷമാണ് ജയിലിൽ നിന്ന് പുറത്തുള്ള സ്വീകരണ മഹാമഹങ്ങൾ അരങ്ങേറിയത്. അപ്പോൾ അന്ന് ഈ 1992 ശിക്ഷയിളവ് നൽകുന്നതിന്, അതായത് വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്നവർക്ക് ഇളവ് നൽകുന്നതിന് 1992 വരെ നിലനിന്നിരുന്ന നയമനുസരിച്ച് തീരുമാനമെടുക്കാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഈ 1992 ശിക്ഷാ ഇളവ് നൽകുന്ന പോളിസിയെക്കുറിച്ചുള്ള ആർഗ്യുമെൻ്റ് സുപ്രീം കോടതിയിൽ ഉന്നയിക്കുമ്പോൾ ഈ പോളിസി 2014 ഭേദഗതി ചെയ്യപ്പെട്ടിരുന്നു. 2014 ഭേദഗതി എന്ന് പറഞ്ഞാൽ ബലാത്സംഗം, കൊലപാതകം തുടങ്ങിയ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നായിരുന്നു 2014 വരുത്തിയ ഭേദഗതി. അത് മാത്രമല്ല, ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് അനുസരിച്ച് രൂപീകരിക്കുന്ന അന്വേഷണ സംഘം
അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കുന്ന കേസുകളിൽ ഈ ശിക്ഷാ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നും പറഞ്ഞിരുന്നു. ബിൽക്കീസ് ബാനു കേസിൽ ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം രൂപവൽക്കരിച്ച CBI ആണ് അന്വേഷണം നടത്തിയത്. CBIയുടെ പ്രത്യേക കോടതിയിലാണ് വിചാരണ നടന്നത്. അതുകൊണ്ട് തന്നെ ഈ 2014 പോളിസി പ്രകാരം ഗുജറാത്ത് സർക്കാരിന് ഈ ശിക്ഷാ ഇളവ് നൽകാൻ അധികാരമില്ല എന്ന വാദമുയർന്നു. അതുമാത്രമല്ല, വിചാരണ നടന്നത് മഹാരാഷ്ട്രയിലെ കോടതിയിലാണ്. അതുകൊണ്ട് മഹാരാഷ്ട്ര സർക്കാരാണ് ശിക്ഷ ഇളവ് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് എന്നും ആർഗ്യുമെൻ്റ് ഉണ്ടായി. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബിൽക്കീസ് ബാനു സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ബിൽക്കീസ് ബാനു മാത്രമല്ല, മറ്റു പലരും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. CPIഎമ്മിൻ്റെ നേതാവ് സുഭാഷ്ണി അലി, പ്രൊഫസറായിരുന്ന മറ്റ് ചില ആളുകൾ, സാമൂഹ്യ പ്രവർത്തകരായ മറ്റ് ചില ആളുകൾ, ഇവരൊക്കെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസുകളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതി പറയുന്നത് ഈ കേസിൽ ശിക്ഷയിളവ് നൽകിയത് നിയമവിരുദ്ധമായാണ്, അതുകൊണ്ട് ഈ പ്രതികളൊക്കെ തിരികെ ജയിലിൽ പോകണം എന്ന് മാത്രമല്ല, ഈ 11 പേരും 2022 ഓഗസ്റ്റ് 15 മുതൽ ഒരു നിയമപരമായി പിൻബലമില്ലാത്ത ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ് എന്ന് സുപ്രീം കോടതി പറയുന്നു. ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പാകത്തിൽ തീരുമാനമെടുത്ത ഗുജറാത്ത് സർക്കാർ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയാണ് ചെയ്തത്, അധികാര ദുർവിനിയോഗം നടത്തുകയാണ് ചെയ്തത് എന്ന് സുപ്രീം കോടതി പറയുന്നു. അതുമാത്രമല്ല, ഗുജറാത്ത് സർക്കാർ പ്രതികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അതായത് പ്രതികൾക്ക് സഹായം ലഭിക്കാൻ പാകത്തിൽ ഗുജറാത്ത് സർക്കാർ പ്രവർത്തിച്ചു എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇങ്ങനെ പ്രതികൾക്ക് വേണ്ടി ഗുജറാത്ത് സർക്കാർ നിലപാടെടുക്കും, അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ പാകത്തിൽ ഗുജറാത്ത് സർക്കാർ പ്രവർത്തിക്കും എന്ന ആശങ്കയുള്ളതുകൊണ്ടാണ് ഈ കേസിൻ്റെ വിചാരണ ഗുജറാത്തിന് പുറത്ത് മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയത് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഏത് വിധത്തിലാണ് നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഗുജറാത്തിലെ BJP സർക്കാർ ഈ പ്രതികൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചത് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ബിൽക്കീസ് ബാനു മാത്രമല്ല ഈ കേസിൽ അപ്പീൽ നൽകാൻ തയ്യാറായത്. CPM നേതാവ് സുഭാഷ്ണി അലി, പ്രൊഫസർ രൂപലേഖ വർമ്മ, ജേർണലിസ്റ്റായ രേവതി ലൗൾ, തൃണമൂൽ MP മഹുവ മൊയ്ത്ര തുടങ്ങിയവരും കോടതിയെ സമീപിച്ചിരുന്നു. ഇവരുടെ പൊതു താൽപ്പര്യ ഹർജി പരിഗണിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് സുപ്രീം കോടതി തീരുമാനമെടുത്തിട്ടുണ്ട്. കാരണം ബിൽക്കീസ് ബാനു തന്നെ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ആ ഹർജി വാലിഡാണ്, ഹർജി പരിഗണിക്കാവുന്നതാണെന്ന് സുപ്രീം കോടതി തീരുമാനിച്ചതുകൊണ്ട് ഈ പറയുന്ന പൊതു താൽപ്പര്യ ഹർജികൾ സമർപ്പിക്കാമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോൾ എടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതേക്കുറിച്ച് പരാമർശിക്കേണ്ടതില്ല എന്ന് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കേസ്, അതായത് ബിൽക്കീസ് ബാനു ഈ പ്രതികളെ മോചിപ്പിച്ചത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചതിനെ തുടർന്ന് ഈ കേസ് പരിഗണിക്കുന്ന സമയത്തിലും നാടകീയമായ സംഭവങ്ങൾ സുപ്രീം കോടതിയിലുണ്ടായി. ഒരു ജഡ്ജി ഈ കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറി. അതിനുശേഷം ജസ്റ്റിസ് BV നാഗരത്നയും ജസ്റ്റിസ് KM ജോസഫും അടങ്ങുന്ന ബെഞ്ചാണ് ഈ കേസ് പരിശോധിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടത്. അപ്പോൾ ജസ്റ്റിസ് KM ജോസഫാണ് അതിൽ സീനിയർ. ജസ്റ്റിസ് KM ജോസഫ് വിരമിക്കുന്നതിന് മുമ്പ് ജസ്റ്റിസ് KM ജോസഫും ജസ്റ്റിസ് BV നാഗരത്നയും അടങ്ങുന്ന ബെഞ്ച്, അതിൽ ജസ്റ്റിസ് KM ജോസഫ് സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ഈ കേസ് പരിഗണിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രമിച്ചിരുന്നു. പ്രത്യേകം ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോടതിയിൽ അദ്ദേഹം അടങ്ങുന്ന ഒരു ബെഞ്ചിന് മുമ്പാകെ ഒരു ഹർജി വരുന്നു, അത് സമയബന്ധിതമായി തീർക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം വിരമിക്കുന്നതിന് മുമ്പ് ഈ കേസ് പരിഗണിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി ഗുജറാത്ത് സർക്കാരിനും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനും ഈ പറയുന്ന പ്രതികൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹം ജസ്റ്റിസ് KM ജോസഫ് തുറന്ന കോടതി മുമ്പാകെ പറയുകയും ചെയ്തു. അദ്ദേഹം കേസ് പരിഗണിക്കാൻ വിളിക്കുമ്പോഴൊക്കെ ഗുജറാത്ത് സർക്കാർ മറുപടി ഫയൽ ചെയ്യില്ല, അല്ലെങ്കിൽ ജസ്റ്റിസ് KM ജോസഫ് അടങ്ങുന്ന ബെഞ്ച് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കില്ല, ഫയലുകൾ ഹാജരാക്കില്ല. പ്രതികളായിട്ടുള്ള ആളുകൾ ഞങ്ങൾക്ക് സമൻസ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മറുപടി ഫയൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. പലകുറി ആവർത്തിച്ച ഘട്ടത്തിൽ താൻ വിരമിക്കുന്നതിന് മുമ്പ് ഈ കേസ് പരിഗണിക്കരുത് എന്ന നിർബന്ധ ബുദ്ധി പ്രതികൾക്കും ഗുജറാത്ത് സർക്കാരിനുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് ജസ്റ്റിസ് KM ജോസഫിന് തുറന്ന കോടതിയിൽ പറയേണ്ടി വന്നു. ജസ്റ്റിസ് KM ജോസഫ് വിരമിച്ചതിന് ശേഷമാണ് ജസ്റ്റിസ് BV നാഗരത്നയ്ക്കൊപ്പം ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ അടങ്ങുന്ന ബെഞ്ച് ഈ കേസ് പരിഗണിച്ചത്. ആ കേസ് പരിഗണിച്ച് വാദം കേട്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഈ 11 പേർക്കും ശിക്ഷ ഇളവ് നൽകിയത് നിയമവിരുദ്ധമായാണ്. സുപ്രീം കോടതി നൽകിയ ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചിട്ടാണ് ഗുജറാത്ത് സർക്കാർ ഈ ശിക്ഷ ഇളവ് നൽകിയത് എന്ന് സുപ്രീം കോടതി പറഞ്ഞു വയ്ക്കുന്നു. വളരെ അപൂർവമായിട്ടാണെങ്കിൽ പോലും ഇത്തരം കേസുകളിൽ നീതിയുക്തമായ വിധി പ്രസ്താവങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് ആശ്വാസകരമായ സംഗതിയാണ്.